നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഇന്ത്യൻ നിയമചരിത്രത്തിൽ ഒരുപാട് ചർച്ചയായ ഒരു വിധിയാണ്. 2014 നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി അഥവാ നാൽസ കേസ്. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ മൂന്നാം ലിംഗമായിട്ട് അംഗീകരിക്കുകയും അവരുടെ ഭരണഘടനാപരമായ മൗലികാവകാശങ്ങൾ ഉറപ്പിക്കുകയും ചെയ്ത ഒരു വിധിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പോവാം. തീർച്ചയായും ഇത് വെറുമൊരു നിയമപ്രഖ്യാപനം എന്നതിലുപരിയായിട്ട് നമ്മുടെ സമൂഹത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്ന ഒന്നാണ്. ഒരുപാട് കാലം അരികുവൽക്കരിക്കപ്പെട്ട് ഒരുപാട് അവഗണന നേരിട്ട ഒരു വിഭാഗം ആളുകളുടെ ശബ്ദം കോടതി കേട്ടു എന്ന് പറയാം. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ അവർക്കും അവകാശപ്പെട്ടതാണെന്ന് ഈ വിധി ഉറക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് ശ്രമിക്കുന്നത് ഈ വിധിയുടെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെ, അതിന്റെ പ്രത്യാഘാതങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ലളിതമായിട്ടൊന്ന് വിശദീകരിക്കാനാണ്. അതെ, കാരണം നിയമത്തിന്റെ ഭാഷ പലപ്പോഴും കുറച്ച് സങ്കീർണമായി തോന്നാം. പക്ഷേ ഇത് അടിസ്ഥാനപരമായി മനുഷ്യരുടെ അവകാശങ്ങളെക്കുറിച്ചും അന്തസ്സിനെക്കുറിച്ചൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ വിധി നൽകുന്ന ആ ഒരു സന്ദേശം എന്താണെന്ന് നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്തുകൊണ്ടാണ് ഈ ഒരു കേസ് ഇത്രയധികം പ്രധാനപ്പെട്ടതാകുന്നത്? ശരിക്കും എന്തായിരുന്നു കോടതിയുടെ മുന്നിലെത്തിയ ആ ഒരു പ്രശ്നം? പ്രശ്നം വളരെ അടിസ്ഥാനപരമായിരുന്നു, പക്ഷേ അതിന്റെ ആഘാതം വളരെ വലുതായിരുന്നു. നമ്മുടെ സമൂഹം പൊതുവെ പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ഒന്നുകിൽ കണ്ടില്ലെന്നും അടിച്ചു, അല്ലെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകളോടെയാണ് കണ്ടിരുന്നത്. വിധിന്യായത്തിൽ ജസ്റ്റിസ് രാധാകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, അവരനുഭവിക്കുന്ന ഒരു മാനസികമായ വേദന, ആ യാതനകളൊന്നും സമൂഹം പലപ്പോഴും മനസ്സിലാക്കിയിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, സ്കൂളുകൾ, ജോലിസ്ഥലങ്ങൾ, ആശുപത്രികൾ, വേണ്ട, നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി എല്ലായിടത്തും അവർ ഒന്നുകിൽ അദൃശ്യരായിരുന്നു, അല്ലെങ്കിൽ അയിത്തം കൽപ്പിക്കുന്ന പോലെ മാറ്റി നിർത്തപ്പെട്ടു. ഇതിനെല്ലാം കാരണമെന്തായിരുന്നു? അവരുടെ ലിംഗവ്യക്തിത്വം, അതായത് അവർ സ്വയം ആരാണെന്ന് തിരിച്ചറിയുന്നത്, അതിന് നിയമപരമായൊരു അംഗീകാരമുണ്ടായിരുന്നില്ല. അതായിരുന്നു പ്രധാന പ്രശ്നം. അപ്പോ ഈ നിയമപരമായ അംഗീകാരമില്ലായ്മ എന്നത് വെറുമൊരു പേരിന്റെ പ്രശ്നമായിരുന്നില്ല അല്ലേ? അത് അവരുടെ സാധാരണ ജീവിതത്തെ, അവരുടെ അവകാശങ്ങളെയൊക്കെ എങ്ങനെയാണ് ബാധിച്ചത്? തീർച്ചയായും അതൊരു പേരിന്റെ പ്രശ്നമേ അല്ലായിരുന്നു. അതായിരുന്നു ഏറ്റവും കാതലായ വിഷയം. ആ ഒരു അംഗീകാരമില്ല, അതുകൊണ്ട് മാത്രം ഒരു പൗരൻ എന്ന നിലയിലുള്ള ഒട്ടുമിക്ക അവകാശങ്ങളും അവർക്ക് നിഷേധിക്കപ്പെട്ടു. ഒന്നാലോചിച്ചു നോക്കൂ, വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനോ ഒരു തുണ്ട് ഭൂമി വാങ്ങാനോ അതിനുള്ള അവകാശമില്ല, വിവാഹം കഴിക്കാൻ അതിനും സാധിക്കുന്നില്ല, ഒരു പാസ്പോർട്ട് എടുക്കാൻ, റേഷൻ കാർഡ് കിട്ടാൻ, ഡ്രൈവിംഗ് ലൈസൻസ്, ഇതൊന്നും കിട്ടില്ല. കാരണമെന്താ? സർക്കാർ ഫോർമുകളിലൊക്കെ ആൺ പെൺ എന്ന 2 കോളങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുമാത്രമല്ല, വിദ്യാഭ്യാസം നേടാൻ, ഒരു ജോലിക്ക് പോകാൻ, ആശുപത്രിയിൽ പോകാൻ എല്ലായിടത്തും അവർക്ക് വലിയ തടസ്സങ്ങളായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 14 പറയുന്ന തുല്യനീതി, നിയമത്തിന്റെ തുല്യ സംരക്ഷണം, ഇതൊക്കെ അവർക്ക് കടലാസിൽ മാത്രമായിരുന്നു. ഈയൊരു ദുരിതാവസ്ഥയാണ് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി നൽസ, പിന്നെ പൂജ്യമാത, നസീബ് കൗർ ജി വിമൻ വെൽഫെയർ സൊസൈറ്റി, അതുപോലെ ലക്ഷ്മി നാരായൺ ത്രിപാഠിയെപ്പോലുള്ള ആക്ടിവിസ്റ്റുകൾ, ഇവരൊക്കെ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഈ ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് കോടതി അത് എങ്ങനെയാണ് നിർവചിച്ചത്? ആയാണീ മൂന്നാം ലിംഗക്കാർ എന്ന് കോടതിയൊന്ന് വ്യക്തമാക്കിയോ? നല്ല ചോദ്യമാണ്. ട്രാൻസ്ജെൻഡർ എന്നതിനെ കോടതി കണ്ടത് ഒരു കുടക്കീഴിൽ വരുന്ന വാക്കായിട്ടാണ്, അംബ്രില്ല ടേം. അതായത് ജനന സമയത്ത് വൈദ്യശാസ്ത്രപരമായി നിർണയിച്ച ലിംഗമുണ്ടല്ലോ, അതുമായി പൊരുത്തപ്പെടാത്ത ഒരു ലിംഗവ്യക്തിത്വമുള്ള ആളുകൾ. അപ്പോൾ ഇതിൽ പല തരത്തിലുള്ള ആളുകൾ വരും. ഉദാഹരണത്തിന് നമ്മൾ ഹിജടകളെന്ന് വിളിക്കുന്നവർ, നപുംസകങ്ങളെന്ന് പണ്ടു പറഞ്ഞിരുന്നവർ, പിന്നെ ശസ്ത്രക്രിയയിലൂടെ ലിംഗമാറ്റം നടത്തിയവർ, ട്രാൻസ്സെക്ഷുവൽസ്, അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർ, ശസ്ത്രക്രിയ ചെയ്തിട്ടില്ല പക്ഷെ തങ്ങളുടെ ലിംഗവ്യക്തിത്വം വ്യത്യസ്തമാണെന്ന് കരുതുന്നവർ, അതുപോലെ എതിർലിംഗത്തിന്റെ വസ്ത്രം ധരിക്കുന്നവർ, ട്രാൻസ്വെസ്റ്റൈറ്റ്സ്. ഇവരെയൊക്കെ ഈ ഒരു വിശാലമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനാണ് കോടതി ശ്രമിച്ചത്. ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? കാരണം നമ്മൾ ഈ ഹിജഡ എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു പ്രത്യേക സാമൂഹിക വിഭാഗമായിട്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഉണ്ട്. പാശ്ചാത്യ ലോകത്തെ ട്രാൻസ്ജെൻഡർ അനുഭവങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഇന്ത്യയിൽ ഇതിനതിൻ്റേതായ സാമൂഹികവും സാംസ്കാരികവുമായ മാനങ്ങളുണ്ട്. വിധിന്യായത്തിൽ തന്നെ ഹിജഡകളെക്കുറിച്ചും
തമിഴ്നാട്ടിലെ ആരവാനികൾ, കോത്തികൾ, ജോഗപ്പകൾ, ശിവശക്തികൾ എന്നിങ്ങനെയുള്ള പല തദ്ദേശീയ സമൂഹങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഹിജഡ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഭൂരിഭാഗം പേരും ജനിച്ചത് പുരുഷ ശരീരത്തോടെയാണെങ്കിലും മാനസികമായി അവർ സ്ത്രീകളായിട്ടല്ല സ്വയം കാണുന്നത്. എന്നാൽ സാധാരണ സ്ത്രീകളെപ്പോലെ പ്രത്യുൽപാദന ശേഷിയുള്ളവരുമല്ല. അതുകൊണ്ട് അവർ സ്വയം തിരിച്ചറിയുന്നത് പുരുഷനുമല്ല സ്ത്രീയുമല്ല, ഒരു മൂന്നാം ലിംഗമായിട്ടാണ്. ഇത് എത്രത്തോളം വ്യക്തിപരമായ ആഴത്തിലുള്ള ഒന്നാണെന്ന് ലക്ഷ്മീനാരായൺ ത്രിപാഠിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അവർ കോടതിയിൽ പറഞ്ഞത് കുട്ടിക്കാലത്ത് താൻ വ്യത്യസ്തനാണെന്നറിഞ്ഞതും ഒരുപാട് ലൈംഗിക പീഡനങ്ങൾ നേരിട്ടതും ഒടുവിൽ ഹിജ്റ സമൂഹത്തിലെത്തിയപ്പോഴാണ് തനിക്കൊരു സ്വത്വം, ഒരു കുടുംബമൊക്കെ കിട്ടിയത് എന്നാണ്. അതുപോലെ സിദ്ധാർത്ഥ നാരായണൻ, സച്ചിൻ തുടങ്ങിയവരുടെ അനുഭവങ്ങളും സമാനമായ ഒറ്റപ്പെടലിന്റെയും വേദനയുടെയും കഥകളാണ് പങ്കുവച്ചത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഒരാളുടെ ലിംഗവ്യക്തിത്വം, അതായത് ഒരാൾക്ക് തന്റെ ലിംഗത്തെക്കുറിച്ച് ആന്തരികമായി എന്തു തോന്നുന്നു എന്നതും അയാളുടെ ലൈംഗിക ആഭിമുഖ്യവും, അതായത് ആരോടാണ് വൈകാരികവും ശാരീരികവുമായ ആകർഷണം തോന്നുന്നത് എന്നതും രണ്ടും രണ്ടാണ്. ഈ കേസ് പ്രധാനമായും സംസാരിച്ചത് ലിംഗവ്യക്തിത്വത്തിന്റെ അംഗീകാരത്തെക്കുറിച്ചാണ്, ലൈംഗിക ആഭിമുഖ്യത്തെക്കുറിച്ചല്ല. ഇതിനൊരു ചരിത്രപരമായ തലം കൂടിയുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയിൽ പണ്ടുകാലത്ത് ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സമൂഹത്തിൽ എങ്ങനെയുള്ള സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു പരിധിവരെ സാമൂഹികമായ ഒരു ഇടവും അംഗീകാരവും ഉണ്ടായിരുന്നു എന്നാണ് വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഹിന്ദു പുരാണങ്ങളിലും വേദങ്ങളിലുമൊക്കെ തൃതീയ പ്രകൃതി, അതായത് മൂന്നാം പ്രകൃതം, നപുംസകം എന്നൊക്കെയുള്ള പരാമർശങ്ങൾ കാണാം. രാമായണത്തിൽ ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ അനുഗമിച്ചവരിൽ ഹിജടകളുമുണ്ടായിരുന്നുവെന്നും തിരികെ വരുമ്പോൾ അവർ അവിടെ തന്നെ കാത്തുനിന്നത് കണ്ട് സന്തോഷിച്ച് അവർക്ക് ചില പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകിയെന്നും ഒരു കഥയുണ്ട്. അതുപോലെ മഹാഭാരതത്തിൽ അർജുനൻ ബൃഹന്നളയായി മാറിയ കഥ, അർജുനന്റെ മകൻ അരവാനും കൃഷ്ണൻ മോഹിനിയായി മാറി വിവാഹം കഴിച്ച കഥ, തമിഴ്നാട്ടിലെ കൂവോകം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ആ ഐതിഹ്യം, അതൊക്കെ ഉദാഹരണങ്ങളാണ്. ജൈന ഗ്രന്ഥങ്ങളിലും മുഗൾ ഭരണകാലത്ത് രാജകൊട്ടാരങ്ങളിൽ വരെ ഉന്നത സ്ഥാനങ്ങളിലും പോലും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് ചരിത്രരേഖകളെ ഉദ്ധരിച്ച് കോടതി പറയുന്നുണ്ട്. അത്ഭുതം തന്നെ. അപ്പോ എപ്പോഴാണ് ഈയൊരു അവസ്ഥയ്ക്ക് മാറ്റം വന്നത്? എങ്ങനെയാണ് അവരിങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടത്? കാര്യങ്ങൾ മാറിമറിഞ്ഞത് പ്രധാനമായും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്താണ്. പാശ്ചാത്യരുടെ സദാചാര ചിന്തകളും നിയമങ്ങളും ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് ശരിക്കും പ്രശ്നങ്ങൾ തുടങ്ങിയത്. 1871 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ക്രിമിനൽ ട്രൈബ്സ് ആക്ട് ഒരു വലിയ തിരിച്ചടിയായിരുന്നു. ഈ നിയമം ഹിജ്റ സമൂഹത്തെ ഒന്നടങ്കം കുറ്റവാളി ഗോത്രമായിട്ടങ്ങ് മുദ്രകുത്തി. സ്ത്രീകളിടുന്നതുപോലെ വസ്ത്രം ധരിക്കുന്നത്, പൊതുസ്ഥലത്ത് നൃത്തം ചെയ്യുന്നത്, ഭിക്ഷയാചിക്കുന്നത്, ഇതൊക്കെ കുറ്റകരമാക്കി. അവർക്ക് സ്വത്ത് കൈവശം വയ്ക്കാൻ പാടില്ല, കുട്ടികളെ ദത്തെടുക്കാൻ പാടില്ല, രക്ഷാകർതൃത്വം ഏറ്റെടുക്കാൻ പാടില്ല, അങ്ങനെയെല്ലാമായി. പോലീസിന് ഇവരെ എപ്പോൾ വേണമെങ്കിലും പിടികൂടാനും അവരുടെ പേര് രജിസ്റ്റർ ചെയ്യാനുമൊക്കെയുള്ള അധികാരം കൊടുത്തു. ഇതിനു പുറമെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 377 വകുപ്പ്. പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധം കുറ്റകരമാക്കിയ ഈ വകുപ്പ് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ, പ്രത്യേകിച്ച് ഹിജടകളെ, നിരന്തരം ഉപദ്രവിക്കാനും ഭീഷണിപ്പെടുത്താനും ശാരീരികമായി ആക്രമിക്കാനും പോലീസും സമൂഹത്തിലെ ചിലരും ഒരുപോലെ ഉപയോഗിച്ചു. ഈയൊരു ചരിത്രപരമായ അനീതിയും വിവേചനവുമാണ് അവരെ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് എന്നാണ് കോടതി നിരീക്ഷിച്ചത്. ശരി. അപ്പോ ഈയൊരു ചരിത്രപരമായ അനീതിയും സാമൂഹികമായ മാറ്റിനിർത്തലുമൊക്കെ നിലനിൽക്കുമ്പോൾ ഇതിനൊരു ഭരണഘടനാപരമായ പരിഹാരം എങ്ങനെയാണ് കോടതി കണ്ടെത്തിയത്? നിലവിലുള്ള നമ്മുടെ മൗലികാവകാശങ്ങളെ എങ്ങനെയാണ് കോടതി ഈ ഒരു സാഹചര്യത്തിൽ വ്യാഖ്യാനിച്ചത്? അതാണ് ഈ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കോടതി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്തത്, മറിച്ച് നമ്മുടെ ഭരണഘടനയിലുള്ള മൗലിക അവകാശങ്ങൾ, അതായത് സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14, വിവേചനത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 15, 16, അഭിപ്രായ സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19, 1A, പിന്നെ ഏറ്റവും പ്രധാനമായി ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21, ഇവയെല്ലാം ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ യാഥാർത്ഥ്യങ്ങളുമായി ചേർത്തു വായിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അനുച്ഛേദം 14 എന്താ പറയുന്നത്? നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും നിയമത്തിന്റെ തുല്യ സംരക്ഷണം കിട്ടണം.
ഇവിടെ വ്യക്തി പേഴ്സൺ എന്ന ഭരണഘടന പറയുന്നോ അതിൽ പുരുഷനും സ്ത്രീയും മാത്രമല്ല ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടും എന്ന് കോടതി ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ അവർക്ക് തുല്യ സംരക്ഷണം നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. പിന്നെ അനുച്ഛേദം 15-16 ഇത് ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നു. ഇവിടെ ലിംഗം എന്ന വാക്കിന് കേവലം ജനനസമയത്തെ ശാരീരിക ലിംഗം എന്നതിനപ്പുറം ഒരാളുടെ ലിംഗവ്യക്തിത്വവും ജെൻഡർ ഐഡന്റിറ്റിയും ഉൾക്കൊള്ളുന്ന അർത്ഥമുണ്ടെന്ന് കോടതി വ്യാഖ്യാനിച്ചു. ഇതൊരു വലിയ മുന്നേറ്റമായിരുന്നു. അതായത് ഒരാളുടെ ലിംഗവ്യക്തിത്വത്തിന്റെ പേരിൽ കടയിലോ ഹോട്ടലിലോ കയറ്റാതിരിക്കാനോ ആർട്ടിക്കിൾ 15(2), ജോലി നിഷേധിക്കാനോ ആർട്ടിക്കിൾ 16(2) പാടില്ല. അതുമാത്രമല്ല, സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗം SC/BC എന്ന നിലയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലും പ്രത്യേക പരിഗണനയ്ക്കും സംവരണത്തിനും അർഹതയുണ്ടെന്നും കോടതി പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ഇതിനെ ബന്ധിപ്പിച്ചത് അത് കുറച്ച് കൗതുകകരമായി തോന്നുന്നു. അതെങ്ങനെയാണ്? അതെ, അനുച്ഛേദം 19(1)(a) നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടല്ലോ. അത് കേവലം വാക്കുകളിലൂടെയോ എഴുത്തിലൂടെയുള്ള പ്രകടനം മാത്രമല്ല, ഒരാൾക്ക് സ്വന്തം വ്യക്തിത്വം, അത് ലിംഗവ്യക്തിത്വവും പെടും, അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അതിലുൾപ്പെടുന്നുണ്ട്. വസ്ത്രധാരണത്തിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ താൻ സ്വയം അംഗീകരിച്ചൊരു പേരുപയോഗിക്കുന്നതിലൂടെയോ ഒക്കെ ഒരാൾക്ക് തന്റെ ലിംഗവ്യക്തിത്വം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ അനുച്ഛേദത്തിന്റെ ഭാഗമാണെന്നാണ് കോടതി പറഞ്ഞത്. അമേരിക്കൻ കോടതികളിലെ ചില വിധികളും ഇതിനായി ഉദ്ധരിച്ചു. എന്നാൽ ഏറ്റവും ശക്തമായ ഒരു ഭരണഘടനാപരമായ അടിത്തറ കോടതി കണ്ടെത്തിയത് അനുച്ഛേദം 21 നിന്നാണ്: ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ വെറുതെ ശ്വാസം വിട്ട് ജീവിക്കുക എന്നല്ല, മറിച്ച് മനുഷ്യന്റെ അന്തസ്സോടെ, ഡിഗ്നിറ്റി ജീവിക്കാനുള്ള അവകാശമാണ്. ഓരോ വ്യക്തിക്കും സ്വന്തം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്, പേഴ്സണൽ ഓട്ടോണമി. അതുപോലെ സ്വകാര്യതയ്ക്കും അവകാശമുണ്ട്, പ്രൈവസി. ഒരാളുടെ ലിംഗവ്യക്തിത്വം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും ഈ അന്തസ്സിന്റെയും സ്വയം നിർണയാവകാശത്തിന്റെയും ഭാഗമാണ്. അത് മറ്റാരോ, സമൂഹമോ, എന്തിന് ഡോക്ടർമാർ പോലുമോ നിർബന്ധിച്ച് തീരുമാനിക്കേണ്ടതൊന്നല്ല. ഒരാളുടെ ലിംഗമേതാണെന്ന് തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയുടെ ഉള്ളിലെ ബോധ്യമാണ്, അല്ലാതെ ശരീരപരിശോധനയിലൂടെയല്ല. അതായത് ആ ബയോളജിക്കൽ ടെസ്റ്റ് അല്ല, വ്യക്തിയുടെ സൈക്കോളജിക്കൽ ടെസ്റ്റ് അഥവാ മാനസികമായ തിരിച്ചറിവാണ് പ്രധാനം എന്ന് കോടതി വ്യക്തമാക്കി. ഇത് ട്രാൻസ്ജെൻഡർ അവകാശങ്ങളുടെ കാര്യത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായി. ഈയൊരു വിധിയിലേക്ക് എത്തുമ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള നിയമങ്ങളോ തത്വങ്ങളോ കോടതി പരിഗണിച്ചിരുന്നോ? ഈ യോഗ്യകർത്ത തത്വങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതെന്താണ്? ഇന്ത്യൻ കോടതികൾക്ക് എങ്ങനെ വഴികാട്ടിയാവാമെന്നതിന്റെ നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഈ വിധി. ഈ യോഗ്യകർത്ത തത്വങ്ങൾ എന്ന് പറയുന്നത് ലൈംഗിക ആഭിമുഖ്യവും ലിംഗവ്യക്തിത്വവുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പഠിക്കാൻ 2006 ഇന്തോനേഷ്യയിലെ യോഗ്യകർത്തയിൽ ഒത്തുചേർന്ന ഒരു കൂട്ടം അന്താരാഷ്ട്ര വിദഗ്ധർ അംഗീകരിച്ച തത്വങ്ങളാണ്. ഈ തത്വങ്ങളിൽ പലതും കോടതി വിധിയിൽ എടുത്തു പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, എല്ലാവർക്കും മനുഷ്യാവകാശങ്ങൾ ഒരുപോലെയാണ്, പ്രിൻസിപ്പിൾ 1. സമത്വവും വിവേചനമില്ലായ്മയും ഉറപ്പാക്കണം, P2. നിയമത്തിന് മുന്നിൽ ഓരോരുത്തർക്കും അവരുടെ സ്വയം നിർവചിച്ച ലിംഗവ്യക്തിത്വത്തിൽ അംഗീകാരം കിട്ടണം, P3. അതിനുവേണ്ടി നിർബന്ധിച്ച് വൈദ്യപരിശോധനയോ ശസ്ത്രക്രിയയോ നടത്താൻ പാടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ജീവിക്കാനുള്ള അവകാശം, P4. സ്വകാര്യത, P6. അഭിപ്രായ സ്വാതന്ത്ര്യം, P19. ഇതൊക്കെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ബാധകമാണെന്ന് ഈ തത്വങ്ങൾ വ്യക്തമാക്കുന്നു. ഇതുകൂടാതെ നമ്മുടെ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം, UDHR, പൗരരാഷ്ട്രീയ അവകാശങ്ങൾക്കുള്ള അന്താരാഷ്ട്ര ഉടമ്പടി, ICCPR പോലുള്ള അടിസ്ഥാന മനുഷ്യാവകാശ രേഖകളും കോടതി നോക്കി. ഇന്ത്യ ഈ ഉടമ്പടികളിലൊക്കെ ഒപ്പുവച്ചിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഈ അന്താരാഷ്ട്ര തത്വങ്ങളും മാനദണ്ഡങ്ങളും നമുക്ക് ഉപയോഗിക്കാമെന്ന് കോടതി പറഞ്ഞു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കണമെന്നത്, ആർട്ടിക്കിൾ 253 അന്താരാഷ്ട്ര ഉടമ്പടികൾ നടപ്പാക്കാൻ പാർലമെന്റിന് നിയമം നിർമ്മിക്കാമെന്നത് ഒക്കെ ഇതിന് നിയമപരമായ സാധുത നൽകുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിലെ, ഇപ്പോൾ UK, ഓസ്ട്രേലിയ, അർജന്റീന, ജർമ്മനി അവിടങ്ങളിലൊക്കെയുള്ള നിയമങ്ങളും കോടതി വിധികളും താരതമ്യ പഠനത്തിനായി കോടതി പരിഗണിച്ചിട്ടുണ്ട്. വളരെ വിശദമായി പറഞ്ഞു.
അപ്പോ ഈ ഭരണഘടനാപരമായ കാര്യങ്ങളും അന്താരാഷ്ട്ര തത്വങ്ങളുമൊക്കെ പരിഗണിച്ച് അവസാനം കോടതി കൃത്യമായി എന്തൊക്കെ ചെയ്യാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചത്? അതാണല്ലോ ഏറ്റവും പ്രായോഗികമായിട്ടുള്ള കാര്യം, അല്ലേ? അതെ, വെറുതെ തത്വം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രായോഗികമായ മാറ്റങ്ങൾ വരണം. അതിനുവേണ്ടി വളരെ വ്യക്തമായിട്ടുള്ള 9 നിർദ്ദേശങ്ങളാണ് കോടതി സർക്കാരുകൾക്ക് നൽകിയത്. നമുക്കതൊന്ന് നോക്കാം. 1. ഹിജടകൾ, നപുംസകങ്ങൾ തുടങ്ങിയ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ നിയമപരമായി മൂന്നാം ലിംഗമായിട്ട് അംഗീകരിക്കണം. അതായത് പുരുഷനും സ്ത്രീക്കും പുറമെ ഒരു വിഭാഗം. 2. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ സ്വയം തിരിച്ചറിഞ്ഞ ലിംഗം, അത് പുരുഷനാകാം, സ്ത്രീയാകാം, അല്ലെങ്കിൽ മൂന്നാം ലിംഗമാകാം, അത് തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. അതിന് നിയമപരമായ അംഗീകാരം കൊടുക്കണം. സർക്കാർ രേഖകളിലൊക്കെ അത് ചേർക്കാൻ സൗകര്യമുണ്ടാക്കണം. 3. ഇവരെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന പൗരന്മാരായി SCBC പരിഗണിക്കണം. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലും സംവരണമടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കാൻ നടപടിയെടുക്കണം. 4. ട്രാൻസ്ജെൻഡർ സമൂഹം നേരിടുന്ന ലൈംഗിക ആരോഗ്യ പ്രശ്നങ്ങൾ, HIV പോലുള്ള അസുഖങ്ങളൊക്കെ കണക്കിലെടുത്ത് അവർക്കായിട്ട് പ്രത്യേക ആരോഗ്യ നിരീക്ഷണ കേന്ദ്രങ്ങൾ തുടങ്ങണം. 5. അവരനുഭവിക്കുന്ന ഭയം, നാണക്കേട്, സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള മാനസിക അസ്വസ്ഥത, ജെൻഡർ ഡിസ്ഫോറിയ, സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം, വിഷാദം, ആത്മഹത്യാ പ്രവണത, ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ഗൗരവമായി കാണണം. ഒരാൾക്ക് അവരുടെ ലിംഗം നിയമപരമായി അംഗീകരിച്ചു കിട്ടാൻ ലിംഗമാറ്റ ശസ്ത്രക്രിയ SRS നിർബന്ധമാക്കുന്നത് ശരിയല്ല. അത് നിയമവിരുദ്ധമാണെന്നും കോടതി എടുത്തു പറഞ്ഞു. 6. ആശുപത്രികളിൽ അവർക്ക് യാതൊരു വിവേചനവും കൂടാതെ ചികിത്സ കിട്ടണം. അവർക്കായിട്ട് പ്രത്യേക പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടാക്കുന്നതും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതും പരിഗണിക്കണം. 7. അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനു വേണ്ടി പ്രത്യേക ക്ഷേമ പദ്ധതികൾ ഉണ്ടാക്കണം. 8. ട്രാൻസ്ജെൻഡർ വ്യക്തികളും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണെന്നും അവരെ മാറ്റി നിർത്താനോ തൊട്ടുകൂടാത്തവരെ കാണാനോ പാടില്ലെന്നും പൊതുജനങ്ങളെ ബോധവാന്മാരാക്കാൻ സർക്കാർ ശ്രമിക്കണം. 9. ചരിത്രപരമായി നമ്മുടെ സംസ്കാരത്തിൽ അവർക്കുണ്ടായിരുന്ന ആ ഒരു സ്ഥാനവും ബഹുമാനവും തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഈ വിഷയത്തിൽ പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച കാര്യവും വിധിയിൽ പറഞ്ഞിരുന്നല്ലോ. ഉണ്ട്. ട്രാൻസ്ജെൻഡർ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ഒരു വിദഗ്ധ സമിതിയെ വെച്ചിരുന്നു. ആ സമിതിയുടെ റിപ്പോർട്ടും ശുപാർശകളും ഈ വിധിയുടെ വെളിച്ചത്തിൽ പരിശോധിച്ച് 6 മാസത്തിനകം വേണ്ട നടപടികളെടുക്കണമെന്നും കോടതി പറഞ്ഞു. UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ റിപ്പോർട്ടുകളിലെ നിർദ്ദേശങ്ങളും കോടതിയുടെ ശ്രദ്ധയിൽ വന്നിരുന്നു. ശരി. ഇതൊരു ചരിത്രപരമായ വിധിയാണെന്നും ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾക്ക് നിയമപരമായ ഒരു അടിത്തറ നൽകിയെന്നുമൊക്കെ വളരെ വ്യക്തമായി. പക്ഷേ ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് പ്രസക്തമാകുന്നത്? ഒരുപക്ഷേ നിങ്ങൾ നേരിട്ടോ നിങ്ങളുടെ പരിചയത്തിലോ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഉണ്ടാവണമെന്നില്ല. എന്നാലും ഈ വിധി നിങ്ങൾക്കെങ്ങനെയാണ് പ്രധാനപ്പെട്ടതാകുന്നത്? അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം ഇത് കേവലം ഒരു പ്രത്യേക ലിംഗവിഭാഗത്തിൻ്റെ മാത്രം കാര്യമല്ല. ഇത് നമ്മുടെ ഭരണഘടനയുടെ, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇത് ഓരോ മനുഷ്യൻ്റെയും അന്തസ്സിനെക്കുറിച്ച്, സമത്വത്തെക്കുറിച്ച്, സ്വന്തം ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാലങ്ങളായി സമൂഹമുണ്ടാക്കി വെച്ച ആൺ-പെൺ എന്ന ആ ഒരു ഇടുങ്ങിയ ചിന്തയെ ഈ വിധി ചോദ്യം ചെയ്യുന്നുണ്ട്. മനുഷ്യരിലെ വൈവിധ്യങ്ങളെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും നമ്മുടെ നിയമങ്ങളും സമൂഹവും എത്രത്തോളം തയ്യാറാകണം എന്നൊരു ചോദ്യം ഇത് മുന്നോട്ട് വയ്ക്കുന്നു. എങ്ങനെയാണ് സമൂഹത്തിൽ ശബ്ദമില്ലാത്ത, അരികുവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിനു വേണ്ടി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് സംസാരിക്കാൻ കഴിയുക എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ വിധി. ഈ വിധി മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഉൾക്കൊള്ളൽ, ഇൻക്ലൂഷൻ എന്ന ആശയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ നിങ്ങളെ സഹായിക്കും. മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനും ഒരുപക്ഷേ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും. അപ്പോൾ നൽസ വിധിയുടെ കാതൽ നമ്മൾ വിശദമായി സംസാരിച്ചു. മൂന്നാം ലിംഗം എന്ന അംഗീകാരം, അതിലൂടെ വരുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ, സർക്കാരുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടു. അതെ, നിയമപരമായ അംഗീകാരം കിട്ടി. സംവരണം പോലുള്ള പ്രത്യേക പരിരക്ഷകൾക്ക് കോടതി നിർദ്ദേശിച്ചു. നിയമങ്ങൾ വന്നു, നയങ്ങൾ വന്നു. എന്നാൽ ഏകദേശം ഒരു ദശാബ്ദമാകുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ നിയമപരമായ ചട്ടക്കൂടുകൾക്കപ്പുറം ഒരു സമൂഹമെന്ന നിലയിൽ നമ്മൾ ശരിക്കും എത്രത്തോളം മുന്നോട്ടു പോയിട്ടുണ്ട്? ട്രാൻസ്ജെൻഡർ വ്യക്തികളോടുള്ള നമ്മുടെയൊക്കെ മനോഭാവത്തിൽ ശരിക്കും മാറ്റം വന്നിട്ടുണ്ടോ?
കോടതിക്ക് ഉത്തരവുകളിലൂടെ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്കപ്പുറം അവരുടെ സാധാരണ ജീവിതത്തിൽ, സ്കൂളിൽ, ജോലിസ്ഥലത്ത്, സ്വന്തം കുടുംബത്തിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ അവിടെയൊക്കെ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു സാമൂഹികമായ അംഗീകാരവും ഉൾക്കൊള്ളലും സ്നേഹവും കിട്ടുന്നുണ്ടോ? നിയമം മാറിയതുകൊണ്ട് മാത്രം എല്ലാം ശരിയായി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇത് നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു ചോദ്യമാണ്.